ഇജ്ജ് മറ്റേ തുണി അയച്ചതും ഇജ്ജ് കാണിച്ചു കൊടുത്തതും ഇല്ല വീഡിയോസ് ഇന്ത്യ അടുത്തുണ്ട്. ഇജ്ജ് അങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ച എനക്ക് കാണണോ? ഇഞ്ചി ഞാൻ വിട്ടുതരാം. 13 വീഡിയോസിന്റെ നിലവിൽ എന്റെ കയ്യിലുണ്ട്. ഇതൊന്നും ഞാനായിട്ട് എന്റെ പെരയിൽ വന്നിട്ട് കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യണ മാതിരി ഷൂട്ട് ചെയ്തതല്ലാന്ന് അനക്കറിയില്ലേ? ഇജ്ജ് ആർക്കൊക്കെ അയച്ചെടുത്ത് ഓലടുത്ത് പോയിട്ട് ചോദിച്ചത് അല്ലാതെ ഇന്റെ അടുത്തേക്ക് ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഒരു കാര്യമല്ല. എന്റെ സകല തമ്മാടിത്തരം നാളെ ഇതിന്റെ പേരില് ഇത് കണ്ട എന്റെ മക്കൾ എന്റെ മുഖത്ത് തുപ്പും. ആ മക്കളുടെ വാപ്പ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് നീ ഉത്തരം പറയേണ്ടി വരൂടി. ഇന്റെ പക ഉണ്ടല്ലോ, ഇന്റെ പക ചില്ലറൊന്നുമല്ല. അപ്പൊ ഏറെക്കുറെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നിട്ടും ബന്ധം എന്നെ വിടാത്ത എന്നുള്ളത് ഉണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും വിടൂല. ഇന്ന ആ വീഡിയോ എന്റെ ചാനലിൽ ഇരിക്കുന്നിടത്തോളം കാലം അന്നെ ഞാൻ വിടുന്നു വിചാരിക്കണ്ട. നമ്മൾ അത്രയും വിശ്വസിച്ചിട്ട് നമ്മളെ വീഡിയോ ഫോട്ടോസ് കൊടുത്തിട്ട് അവര് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരായി പഠിച്ചോനായി. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ഒരാളെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരാള് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരാള് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളത് ചെയ്തിട്ടുണ്ടാവുക. അതിനുള്ള തെറ്റ് അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരായി പഠിച്ചോനായി. അത് കിട്ടിയേ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതിന്റെ പേരിൽ ഒരാൾ തെറ്റുകാരാവില്ല ഒരിക്കലും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിദ ഷാജി ഷെരീഫ് ഇഷ്യൂസ്. അത് ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതിയിട്ടിരുന്ന അതിപ്പോ തീരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അഥവാ തീരണമെന്നാണെങ്കിൽ ഈ ഷാജിദയുടെ അക്കൗണ്ടിൽ ഷെരീഫിന്റെ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷെരീഫിന്റെ വീട്ടിൽ വന്നിട്ട് ലൈവൊക്കെ ചെയ്തിട്ട് അവരെ കുഞ്ഞുങ്ങളെ വരെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ലൈവ്. അത് ഡിലീറ്റ് ചെയ്യാനാണ് ഇപ്പൊ ഷെരീഫ് പറയുന്നത്. ഒരുപക്ഷെ അത് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരുവിധം ഒക്കെ അവസാനിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊട്ട് ഡിലീറ്റ് ചെയ്യാൻ ഷാജിദയും തയ്യാറാവുന്നില്ല. മറ്റുള്ള എല്ലാ വീഡിയോസും ഷാജിദ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മയെ തെറി വിളിച്ചതും വീട്ടുകാരെ തെറി വിളിച്ചതും അതും ഇതും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോസ് ഷാജിദ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് ആ കുഞ്ഞുങ്ങളെ തെറി വിളിക്കുന്നത് അത് ഡിലീറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇതിന് ഈ ഒരു പ്രശ്നത്തിന് ഒരുവിധം ശാശ്വത പരിഹാരം ആവുമായിരുന്നു. ഇജാകെ കുടുങ്ങിക്കാണ്, ഇജ് ലോക്കയിക്കാണ്. അനക്ക് തിരിയാനും മറിയാനും പറ്റണില്ല. എന്റെ ഈ വീഡിയോ എന്റെ കയ്യിൽ പെടുന്നതിന്റെ മുമ്പ് തന്നെ ഇജ് ഏറെക്കുറെ ഒതുങ്ങിക്കുന്നു. വീഡിയോയും കൂടി പെട്ടപ്പോ ഇജ് വിളിച്ചു പറഞ്ഞ കഥ ആലോചിച്ചിട്ടാ എങ്ങനെ ഷെരീഫിന്റെ അടുത്ത് അത് കിട്ടിയത്. എങ്ങനെ ഷെരീഫിന്റെ അത് കിട്ടിയത്? അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാകെ അത് ഇട്ട് പരത്തുന്നു. ആ ഇജ്ജാണ് ഇന്റെ പെണ്ണുങ്ങളുടെ മറ്റേ അളക്കാനും മറ്റേ തോണ്ടാലും വന്നിട്ടുള്ളത് അല്ലേ? നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ ഞാൻ ഒതുങ്ങില്ല എന്ന് തന്നെയാണ് ഷെരീഫ് പറയുന്നത്. ഇപ്പൊ ഷെരീഫ് ഒരുവിധം ഭയപ്പെട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ കൊണ്ട് തീരുമായിരിക്കാം. അത് അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ? അത് കുഞ്ഞുങ്ങളെ തെറി വിളിക്കുന്ന ഒരുപാട് വേടുകളുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് പറയുന്നത്. എത്രയായാലും അത് കാണാൻ ആ ഒരു മനുഷ്യന് വേദന വരും. കാരണം ആരും ഷാജിദയുടെ മക്കളെ തെറി വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്ക് സഹിക്കത്തില്ല. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് പറയുന്നത്. പിന്നീട് ഷെരീഫിന്റെ കയ്യില് ഷാജിദയുടെ ഒരു 13 ഫോട്ടോസും വീഡിയോസും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഷെരീഫ് മാന്യമായിട്ട് അത് പബ്ലിക് ആക്കിയിട്ടുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക് ആക്കാൻ പറ്റിയ വീഡിയോസ് അല്ല എന്ന് ഷെരീഫ് പറയുന്നുണ്ട്. അതെല്ലാം ഷാജിദയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഷാജിദ നിഷേധിക്കുന്നുമില്ല. ആ ഒരു കാര്യത്തിൽ ഷാജിദ ഷെരീഫിനെ അല്ല കുറ്റം പറയുന്നത്. കാരണം പേഴ്സണലായിട്ട് ഒരാളെ വിശ്വാസത്തോടുകൂടി അയച്ചു കൊടുത്ത ഫോട്ടോസും വീഡിയോസും ആണ്. അത് ആ ഷെരീഫിന് കൈമാറി ആ ഒരു വ്യക്തി ഉണ്ടല്ലോ അവനെയാണ് ഷാജിദ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിശ്വാസത്തോടുകൂടി അവൾക്കൊരു ജീവിതം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് അവൾ അയച്ചു കൊടുത്തതാണ്. പക്ഷെ അത് അയാൾ മിസ്യൂസ് ചെയ്ത് ഇത്തരം ചെറ്റത്തരം ചെയ്ത അവനെയാണ് ഈ ഷാജിദ ഇപ്പോഴും കുറ്റം പറയുന്നത്. പിന്നെ ഇക്ക മരിച്ചതിന്റെ ശേഷമുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തിടാൻ എനിക്ക് എങ്ങനെ ജീവിക്കണം, എന്റെ ഇഷ്ടത്തിന് എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം. അതിന്റെ പിന്നാലെ നടന്നത് ഞാൻ അവനിക്ക് വീഡിയോ അയച്ചു കൊടുത്തു, ഞാൻ ഇവനിക്ക് വീഡിയോ അയച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ അത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു പറയേണ്ട ഒരു പ്രസക്തി ഇല്ല. എന്റെ ഇക്ക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇക്കാക്ക് 100% ഉത്തമ ഭാര്യയായിട്ട് തന്നെ ഞങ്ങളെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവസ്ഥ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കബീർക്ക മരിച്ചത് ഇവളെ കാരണം കൊണ്ടല്ലാന്ന്. ഇവളെ തമ്മാടിത്തരം പച്ചക്ക് കണ്ണോണ്ടാണ് കണ്ടു ആ മഹാപാവം. മനസ്സിലായോ? അതിലെന്താ ഉണ്ടായതറിയോ? ഇവളും അവനും പ്രശ്നമായി. ഇവളെന്ത് ചെയ്തു? പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇവള് നേരെ അവളുടെ വീട്ടിൽ പോയി. അല്ലെങ്കിൽ അവൾ അല്ലാന്ന് പറയട്ടെ, ഞാൻ തെളിയിക്കാം. പിന്നെ ഇവളുടെ വീട്ടിൽ പോയി മറ്റേ കുട്ടികളെയും പെറുക്കിയെടുത്തും കൊണ്ട് ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു അറിയോ? ആ വീട്ടില്
പിന്നെ ഇവളുടെ വീട്ടിലും ഈ ചങ്ങായി ഈ വീട്ടിലും ഈ കുട്ടികളെയും കൊണ്ട് ഈ മഹാപാവം ശരിക്കാണ് കുടുങ്ങി. അങ്ങനെ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവള് വരുന്നുമില്ല, ഇയാളുടെ ഫോൺ എടുക്കുന്നില്ല, പിന്നെ ഇയാൾക്കൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം കണ്ണോണ്ട് നമ്മളൊരു ആണ് കാണാൻ പറ്റാത്ത കാര്യം കണ്ടിക്കല്ലേ. ഈ ചങ്ങായി മാനസികമായിട്ട് മൊത്തമാണ് തകർന്നു എന്ന് മാത്രമല്ല, ഇവനെന്ത് ചെയ്തു, ഈ കുട്ടികൾക്കെങ്കിലും, ഈ കുട്ടികൾ ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞൊക്കെ ഈ കുട്ടികൾക്കെങ്കിലും ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചതാ. ഇവള് വരാഞ്ഞിട്ട് ഇവളുടെ വീട്ടിലാണ് പോയിരുന്നു. ഇവള് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്നില്ല. ഏത് പ്രതിസന്ധിയിലും, എത്ര വലിയ ബുദ്ധിമുട്ടിലും, എത്ര വലിയ പട്ടിണിയിലും ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാണ് ഇവൾക്ക് വേണ്ടിയിട്ട് ജീവനൊടുക്കി. അതൊന്നും ആരും കാണുന്നില്ല. എല്ലാവർക്കും ഇവളുടെ 5 മക്കളുടെ കഥ പറയാനേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ട്. അന്ന് ഈ ചങ്ങായി വിളിച്ച സമയത്ത്, ഈ കണ്ണുകൊണ്ട് കണ്ട തെറ്റും പുറത്തൊരു ആൾ വിളിച്ച സമയത്ത് ഇവൻ തെറ്റ് ചെയ്ത പോലെയാണ് ഇവള് ചെയ്തത്. ഇവള് ഇങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരില്ല, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ടെന്നാണ് പറഞ്ഞു. ഇത് കേട്ടോടുകൂടെ ഓനോട് പോയി തൂങ്ങി മരിച്ചു. അത്രയേ ഉള്ളൂ. ആ ചങ്ങായിയുടെ മനക്കട്ടി അവനോട് തൂങ്ങി മരിച്ചു. ആ തൂങ്ങി മരിച്ചിട്ട് അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരും ഈ എന്താ പറയാ, ഈ കെട്ടയക്കുന്നവരും എല്ലാവരും ഇവളന്ന് തെറി വിളിച്ചിരിക്കണു. അറിയോ നിങ്ങൾക്ക്? ഇവളൊരു കല്ലുമ്മ കയറിയിട്ട് അവളും കൂടി എന്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടോ. അവിടെ ഒരു കല്ലുമ്മ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞിരുന്ന് കരയുന്നത് കണ്ടപ്പോ പല ആളുകളും വന്നിട്ട് നിനക്ക് സമാധാനമായില്ലേ, കഴിഞ്ഞില്ലേ, നിന്റെ എല്ലാതും കഴിഞ്ഞില്ലേ എന്നുള്ളത്. അപ്പൊ ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ 3-ാമത്തെ ദിവസം ഓളി ലൈവിൽ വന്നിക്കണു. ഓൾക്ക് എന്താ, പോയാ പോയി. അത് ചോദ്യം ചെയ്യാൻ വന്ന അവളുടെ ഭർത്താവ് വീട്ടുകാരെ ഇവളെങ്ങനെയൊക്കെ തകർക്കാൻ പറ്റിക്കണോ, അസഭ്യവാക്കും കൊണ്ടും എല്ലാ കഥകളും കൊണ്ടും ഇവളങ്ങോട്ട് മൂടി വെച്ചിരുന്നു. അന്നൊന്നും ഇവള് വിചാരിച്ചിട്ടില്ല ഉത്തമ ഒരു ഇര ഇവളുടെ മുമ്പിൽ വന്ന് പെടുന്നുള്ളത്. ഞാൻ എന്തായാലും വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഷാജിദ. ശരിക്കും ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ ഷെരീഫ് പറയുന്നത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. അത് അവളൊട്ട് ചെയ്യത്തുമില്ല. കാരണം ഷാജിദയുടെ വീഡിയോസ് കുറെ ഷെരീഫ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഷാജിദയുടെ വീഡിയോസ് റിയാക്ട് ചെയ്തതാണ്. അല്ലാതെ ഷാജിദയുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ കുട്ടികളെ തെറി വിളിച്ച വീഡിയോസ് അല്ല അത്. അപ്പൊ ഷാജിദ ചെയ്തത് എന്താ? അവരുടെ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ വരെ തെറി വിളിക്കുന്ന വീഡിയോസ് ആണ് അവൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്, ലൈവായിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത് ഡിലീറ്റ് ചെയ്യാനാണ് ഷെരീഫ് പറയുന്നത്. അവളോട്ട് ചെയ്യുന്നുമില്ല. എന്തായാലും ഇപ്പൊ അവൾ അഥവാ അത് ഡിലീറ്റ് ചെയ്താൽ പോലും ആയിരക്കണക്കിന് ആൾക്കാരെടുത്ത് അത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത് അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇക്ക മരിച്ചതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഇക്ക മരിക്കുന്നതിന് മുന്നേ ഇതായതുകൊണ്ടാണ് ഇക്ക മരിച്ചത് എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തി ഇല്ല. അതിലെനിക്കൊന്നും പറയാനുമില്ല. ഓക്കെ.